മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലീനയെ രോഹിത് വിളിക്കുന്നുണ്ട്. രോഹിത് അലീനയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ കോളേജിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം രോഹിത് അലീനയോട് പറയുകയാണ്, ചേച്ചി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചേച്ചിയെ എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ വല്ലാത്തൊരു മൈൻഡ് ഔട്ടിലായിരുന്നു ചേച്ചി. എനിക്ക് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനക്കേട്, വല്ലാത്തൊരു ടെൻഷൻ, അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ട്. എനിക്കറിയായിരുന്നു ചേച്ചിയെ വിളിച്ച് ഞാൻ കുറച്ച് സമയം സംസാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ തീരുമായിരിക്കുമെന്ന്. പക്ഷേ എനിക്കതൊന്നും തീരാത്ത പോലെ തോന്നി ചേച്ചി. അതാ ഞാൻ ചേച്ചിയെ ഇപ്പോൾ വിളിക്കാൻ കാരണം. പക്ഷേ അതിന് ഞാനായിട്ട് തന്നെയാണ് ഒരു പോംവഴിയും കണ്ടുപിടിച്ചത്. അലീന എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ തൻ്റെ സഹോദരൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ്. അലീനയോട് ഇടയ്ക്ക് രോഹിത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട് മോനെ, നീ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോ? ചേച്ചി കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ 1-2 വട്ടം ശരണ്യയെ വിളിച്ചിരുന്നു ഫോണിലൂടെ. അതെയോ? എന്നിട്ട് അത് തെറ്റായിപ്പോയെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതൊരു തെറ്റാണോ രോഹിത്തെ? നമുക്ക് പരിചയമുള്ള ഒരാളെ നിങ്ങൾ ഏകദേശം ഓരോ സ്ഥലത്ത് തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടും നല്ലത് തന്നെയല്ലേ? അതൊക്കെ തെറ്റാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അല്ല ചേച്ചി, എടാ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിൽക്കുന്നത്? നിനക്ക് നമ്പർ തന്നത് ഞാൻ തന്നെയല്ലേ നിന്നോട് സംസാരിക്കണമെന്നും നിന്നെ കൊണ്ടാവുന്നത് അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീ തന്നെ എന്നോട് എന്തിനാ പറയാൻ മടിക്കുന്നത്? അല്ല ചേച്ചി, ചേച്ചിക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു പേടി, ഒരു ടെൻഷൻ, അതുകൊണ്ടാണ്. എനിക്കിപ്പോഴാണ് സമാധാനമായത്. ഞാനേ 1-2 വട്ടം അവളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ആദ്യത്തെ തവണ ഞാൻ വിളിച്ചപ്പോൾ അവൾക്ക് എന്നോട് സംസാരിക്കാനൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ വിളിച്ചപ്പോൾ അവൾ എന്നോട് കുറേ സമയം സംസാരിച്ചു. അവളോട് ഞാൻ പറഞ്ഞു, അവൾക്ക് 2 സഹോദരന്മാരുണ്ടെന്ന് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവരെ പോലെ തന്നെ എന്നെയും കാണണമെന്നും ഞാൻ എന്നും നിൻ്റെ ഒരു സഹോദരനായിട്ട് കൂടെ ഉണ്ടാവുമെന്നൊക്കെ. അവൾക്കപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണെന്ന് തോന്നുന്നു എന്നോട് അവൾക്ക് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അവളോട് അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ റൂട്ട് മാപ്പ് ഇട്ട് തരാൻ പറഞ്ഞേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഹോസ്റ്റലിൽ വന്നാൽ അത് വലിയ വിഷയമായി മാറും, അപ്പോൾ അങ്ങോട്ടേക്കൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് ചെന്നില്ല. അവളെന്നോട് കോളേജിൻ്റെ പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവളോട് സംസാരിച്ചു. അവളോട് സംസാരിച്ച് അവളുടെ ഒപ്പം ഒരു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ചേച്ചി. ഞാൻ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ തോന്നി. രോഹിത്തിൻ്റെ സംസാരം കേട്ടിട്ട് അലീനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അലീനയോട് രോഹിത് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയുമ്പോൾ അച്ഛന് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുമോ? അപ്പോൾ അലീന പറയുകയാണ്, ഒരിക്കലുമില്ല. അച്ഛൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും സന്തോഷം മാത്രമേ തോന്നത്തുള്ളൂ. നീ ചെയ്തതൊക്കെ നിൻ്റെ കടമ മാത്രമാണ് രോഹിത്തെ. നീ എന്തുകൊണ്ടും ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അലീനയുടെ വാക്കുകൾ രോഹിത്തിലും വല്ലാത്ത സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് അലീനയോട് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാനൊരു കാര്യം കൂടി പറഞ്ഞാൽ ചേച്ചി എന്നോട് ദേഷ്യപ്പെടരുത്. അതെന്താ? അതെനിക്കറിയാം, നീ രേവതിക്കുട്ടിയെ വിളിച്ച കാര്യമല്ലേ. അതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിനക്ക് നല്ല സുഹൃത്തുക്കൾ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിനക്ക് ഞാൻ രേവതിക്കുട്ടിയുടെ നമ്പറും തന്നത്. അതൊക്കെ നല്ലതല്ലേ, അതിലൊന്നും ഒരു തെറ്റില്ല മോനെ. അതല്ല ചേച്ചി, അത് ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പല്ലേ. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു. രേവതിക്കുട്ടിയും നല്ലതാ ചേച്ചിയെപ്പോലെ തന്നെ. ആണോ? അതേന്നേ, എന്നോട് അവളും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ
ശരണ്യയെ പോയി കണ്ടതും ശരണ്യയെ ഫോണിലൂടെ സംസാരിച്ചതും ഒക്കെ പറഞ്ഞപ്പോൾ അവളും എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. ചേച്ചിയെപ്പോലെ തന്നെ അവൾ. അത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അല്ലേ, ഞങ്ങൾ ചേച്ചി അനിയത്തിയല്ലേ, ഞങ്ങൾക്ക് ഒരേ സ്വഭാവമല്ലേ ഉണ്ടാവുള്ളൂ. ശരിയാട്ടോ. പിന്നെ എന്താ നീ എന്നോട് വഴക്ക് പറയോ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല ചേച്ചി, അന്ന് ഞങ്ങൾ 4 പേരും തീരുമാനിച്ചിട്ട് തന്നെയാണ് ചേച്ചി ശരണ്യയ്ക്ക് നേരെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. പക്ഷേ ഞാൻ ഒരിക്കലും അവനെ അതിനൊന്നും സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ 4 പേരും ഒരുമിച്ചുണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ. അന്നത്തെ ദിവസം ശരണ്യയെ ഉപദ്രവിക്കരുതെന്നും ശരണ്യയെ നേരിട്ട് കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്താപം തോന്നിയിട്ട് ഞാൻ അവനോട് അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ എല്ലാ ഹരിയുടെയും കൂടി ഒരു തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നു. ആർക്കും അവൻ്റെ വാക്കുകൾക്ക് എതിർത്തൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഹരിയെപ്പോലെ തന്നെ എല്ലാ മോശം പ്രവൃത്തികളിലും എന്നെയും അങ്ങനെയൊക്കെ ആക്കിയെടുക്കണമെന്ന് വാശിയുള്ള പോലെയായിരുന്നു ഹരി അന്നൊക്കെ എന്നോട് പെരുമാറിയിരുന്നത്. അന്നതൊന്നും ഞാനങ്ങനെ കാര്യമാക്കിയിരുന്നില്ല. ഞാൻ അന്നൊക്കെ വിചാരിച്ചത് എന്നെ ഒരു ധൈര്യമുള്ള ആളാക്കി മാറ്റണം, അങ്ങനെയൊക്കെ അവൻ്റെ ചിന്തകളെന്നാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നുമല്ല അവൻ ചിന്തിച്ചു കൂട്ടിയിരുന്നതെന്ന്. അവൻ്റെ കൂട്ടുകെട്ടുകളും അവനെ ഒരുപാട് വഴിതെറ്റിച്ചിട്ടുണ്ട് ചേച്ചി, അതെനിക്കറിയാം. അവനീ അങ്ങനെയുള്ള ആളുകളുമായി മാത്രമായിരുന്നു കൂട്ട്. അവനൊരിക്കലും ആ തെറ്റുകളൊന്നും തിരുത്തരുതെന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മാത്രം രക്ഷപ്പെട്ടു, ഞാൻ മാത്രം ഒരു നല്ല നിലയിലേക്കായി മാറുന്നു, എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് അവനെ മാത്രം ജയിലിലാക്കി, അങ്ങനെയൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണകൾ എൻ്റെ മനസ്സിൽ കിടക്കുക. അത് ചേച്ചിക്കറിയാലോ. അവിടെ അങ്കിള് മനുവേട്ടൻ ഒന്നും പറയുന്നില്ലെങ്കിലും എന്തായാലും കമലാൻ്റി എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. ശരിയല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ രോഹിത്തെ, നീ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കൊരിക്കലും കമലാൻ്റിയുടെ തീരുമാനങ്ങളെ തിരുത്താൻ കഴിയില്ല. കമലാൻ്റിയോട് എല്ലാവരും പറഞ്ഞതാണ് ശരണ്യ ഹരിയുടെ കാമുകിയായിരുന്നെന്നും ഒരുപാട് 2-3 വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഹരി തന്നെയാണ് അവളെ ചതിച്ചതും നിങ്ങൾക്കൊക്കെ അവളെ കാഴ്ചവെക്കാൻ തയ്യാറായതെന്നൊക്കെ. പക്ഷേ ആൻറ്റിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല രോഹിത്തെ. നീ അതൊന്നും ആലോചിച്ച് വെറുതെ നീ ടെൻഷൻ അടിക്കരുത്. നിൻ്റെ മുൻപിൽ സത്യമുള്ളത് കൊണ്ട് മാത്രമാണ് ദൈവം അതിൽ നിന്ന് നിന്നെ രക്ഷിച്ചത്. അല്ലായിരുന്നുവെങ്കിലിപ്പോൾ ഇന്നും നീ അവരോടൊപ്പം തന്നെ ആ ജയിലിൽ കിടക്കേണ്ടി വന്നേനില്ലേ? ശരിയാണ് ചേച്ചി. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. എനിക്ക് അവരെ ഒന്ന് പോയി നേരിട്ട് കാണണം. അന്ന് ആ കോടതിയിൽ നിന്നും ഞാൻ മാത്രം ഇറങ്ങിപ്പോരുമ്പോൾ അവരുടെ 3 പേരുടെയും മുഖത്തേക്ക് ഞാൻ നോക്കിയത് പോലുമില്ല. അവരെ 3 പേരെയും ഞാൻ മൈൻഡിൽ വെക്കേണ്ട കാര്യമില്ല, എങ്കിലും ഹരിയുടെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കിയില്ല. അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. അവൻ എത്രയും ദുഷ്ടനായിക്കോട്ടെ, പക്ഷേ ഇപ്പോൾ എൻ്റെ മൈൻഡ് മുഴുവനും ഇതൊക്കെയാണ് ചിന്ത. ചേച്ചി എന്നൊന്ന് സഹായിക്കണം, അവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ്. അത് ഒരുപാട് ആപത്തുകൾ ഉണ്ടാക്കിയാലോ എന്നൊക്കെ അലീനയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്, അത് വേണോ രോഹിത്തെ? ഇപ്പോൾ ഇവിടെ നിന്ന് മനുവേട്ടൻ അവരൊക്കെ പോയി കാണുന്നൊക്കെ ഉണ്ട്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ജാമ്യത്തിനൊക്കെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്നൊക്കെ ആവും. എന്നിട്ട് വീട്ടിൽ പോയി കണ്ടാൽ പോരെ? എനിക്കറിയാം ചേച്ചി, അതൊന്നും നടപടിയാവുന്നില്ലെന്ന്. അതിനിയും കേസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടത്തുമില്ല. കാരണം അവർ 3 ആളും ആ കുട്ടിയെ, എനിക്ക് വയ്യ അത് ഓർക്കാൻ പോലും. ഞാൻ കണ്ടതാണ് ചേച്ചി. അതൊരിക്കലും അവളത് മാറ്റി പറയത്തുമില്ല. ഞാൻ അവളോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതാണ്. അതുകൂടി കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത ഷോക്കാവുകയാണ്. അവൻ അതൊക്കെ ശരണ്യയോട് ചോദിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ശരണ്യയുടെ മനസ്സറിഞ്ഞിരിക്കുന്നു അവൻ.
അപ്പോൾ അവളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടായിരിക്കുമോ അവൻ അവളെ കാണാൻ പോയത്? വീണ്ടും അവൾക്ക് സഹായങ്ങൾ ചെയ്യണമെന്നൊക്കെ അവന് തോന്നിയത്? അലീനയ്ക്ക് മനസ്സിൽ വന്ന സംശയം അലീന രോഹിത്തിനോട് തുറന്നു തന്നെ ചോദിക്കുന്നുണ്ട്. രോഹിത്തെ, നിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ നീ അപ്പോൾ അവളോട് നീ സഹോദരനെ പോലെ സ്നേഹിക്കുമെന്നും അവൾക്ക് വേണ്ടിയിട്ട് നിന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്? അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കരുത് ചേച്ചി. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അവളോട് വെറുതെ ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാ ഞാൻ അവളോടൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഒരിക്കലും അവളുടെ മുമ്പിൽ പോലും ഞാൻ അതിന് മുമ്പൊന്നും ചെന്ന് പെട്ടിട്ടില്ല ചേച്ചി. അവൾക്ക് ഹരി പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും അറിയാമെന്ന് മാത്രം. ചേച്ചി ഇതിനെക്കുറിച്ച് അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാമോ? അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് ചേച്ചി. അപ്പോൾ എനിക്ക് ചേച്ചിയെയും അച്ഛനെയും കൂട്ടി ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അവരെ കാണാൻ. ചേച്ചി ഒന്ന് അച്ഛനോട് സംസാരിക്കാമോ? അത് പിന്നെ അച്ഛൻ എങ്ങനെ ഇതിനെ പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ല രോഹിത്തെ. ചേച്ചി ഒന്ന് ചോദിച്ച് നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അവൻ്റെ ഒരുപാട് സമയത്തെ നിർബന്ധത്തിന് ശേഷം അലീന അച്ഛനോട് സംസാരിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ രോഹിത്തിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അലീന അച്ഛനെ വിളിക്കാൻ തയ്യാറാവുകയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ രോഹിത്ത് വരും. അവൻ കുറച്ച് സമയം മാത്രമേ നാട്ടിലുണ്ടാവുകയുമുള്ളൂ. അപ്പോൾ അവൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായമാണെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കാമല്ലോ. പെട്ടെന്നാണ് അലീനയുടെ മനസ്സിലേക്ക് മനുവേട്ടൻ്റെ മുഖം കടന്നു വരുന്നത്. അലീന ആദ്യം തന്നെ മനുവിനെ വിളിക്കാനായി ഒരുങ്ങുകയാണ്. അച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിക്കണോ വേണ്ടയോ എന്ന് മനുവേട്ടനോട് ചോദിക്കാമെന്ന് അവൾക്ക് തോന്നുകയാണ്. അലീന ഫോൺ എടുത്ത് ഉടനെ തന്നെ മനുവേട്ടനെ കോള് കണക്ട് ചെയ്യുന്നുണ്ട്. മനുവേട്ടൻ പെട്ടെന്ന് തന്നെ കോള് അറ്റൻഡ് ചെയ്യുകയാണ്. മനുവേട്ടൻ കുറച്ച് സമയം പരിഭവത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണാവോ ഇപ്പോൾ വിളിച്ചത്? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം, കാര്യങ്ങൾ അന്വേഷിക്കണം, വിശേഷങ്ങൾ അന്വേഷിക്കണം. എപ്പോഴെങ്കിലും ഒരു സംസാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പെണ്ണിനോട് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്നോട് മാത്രം സംസാരിക്കാൻ സമയമില്ല. എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കാനും ആശ്വാസം പകരാനും എന്തോ ഒരു സമയമാണ്. ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക. അല്ലാതെ എൻ്റെ വിശേഷങ്ങൾ തിരക്കാനൊന്നും ഇയാൾക്ക് സമയമില്ലല്ലോ. എന്നാൽ മനുവേട്ടൻ്റെ പരിഭവങ്ങൾ അലീനയ്ക്ക് എന്തോ സ്നേഹത്തോടു കൂടിയുള്ളതായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണല്ലോ എന്നാലോചിച്ച് മനസ്സിൽ ചിരിയാണ് വരുന്നുണ്ടായിരുന്നത്. അലീന മനസ്സുകൊണ്ട് ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനു ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കവിടെ ഒരു കുലുക്കവുമില്ലെന്ന്. നീ അവിടെ ഇരുന്ന് ചിരിക്കല്ലേടി? മനുവേട്ടൻ എന്നെ അറിയാമല്ലേ? പിന്നെ നിന്നെ അറിയാൻ എനിക്കിപ്പോൾ വേറെ എന്താ വേണ്ടത്? എന്താണ് പിന്നെ ഇപ്പോൾ വിളിച്ചത്? ഒന്നുമില്ല മനുവേട്ടാ, മനുവേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാൻ. കുറച്ച് ദിവസമായില്ലേ മനുവേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. പിന്നെ കഴിഞ്ഞ സമയത്തൊക്കെ മനുവേട്ടൻ വിളിച്ചപ്പോൾ ഞാനും ഒരല്പം തിരക്കിലായിരുന്നു. എന്തായിരുന്നു നിൻ്റെ തിരക്ക്? ഇനി ആർക്കെങ്കിലും ആശ്വാസം പകരാൻ പോയിരുന്നാണോ? മനുവേട്ടാ വേണ്ട, അല്ലാതെ കളിയാക്കുന്നുണ്ടേ. ഓ അല്ല, ഇതൊക്കെ തന്നെയാണല്ലോ നിൻ്റെ പ്രധാന പരിപാടി. ആശ്വാസം പകരുക, സമാധാനം ഉണ്ടാക്കാൻ പോവുക. പിന്നെ എന്താ? മതി മനുവേട്ടാ, മതി കളിയാക്കിയത്. എന്നാ പറഞ്ഞേ, കഴിഞ്ഞ ആഴ്ചകളിലെ മാഡത്തിൻ്റെ ബിസി ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നുവെന്ന്? പ്രത്യേകിച്ച് എന്താ പറയാ മനുവേട്ടാ, നമ്മുടെ ബബിതയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതാ ഞാനും ചോദിക്കാൻ പോണേ. നീ എവിടെയും ബബിത ഇവിടെയും, അതും നിന്നോട് സംസാരിക്കുക പോലും ഇല്ലാത്ത ബബിത. പിന്നെ നീ ഈ ബബിതയുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തീർത്തു കൊടുത്തത്? അങ്ങനെ മനുവിനോട് അലീന ബബിതയുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറയുകയാണ്. അവസാനം സ്റ്റാൻലി തന്നെ അവളുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്തതുമായിട്ടുള്ള കഥകളൊക്കെ മനുവിനോട് പറയുമ്പോൾ മനു വളരെ അതിശയത്തോടു കൂടി ഇതൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നലീനെ, നീയത് എന്തൊക്കെയായി പറയുന്നേ? ഈ വീഡിയോസും എനിക്കറിയാം ആ വീഡിയോസിനെ കുറിച്ചിട്ടൊക്കെ. മനുവേട്ടന് എന്തറിയാമെന്ന്? ആ വീഡിയോസിനെ കുറിച്ചിട്ട് മനുവേട്ടന് എന്തറിയാമെന്നാണ് ഈ പറയുന്നത്? അലീന അത് കേട്ടതോടെ വല്ലാത്തൊരു അതിശയത്തിലാവാണ്. അപ്പോൾ മനുവിനോട് അലീന വീണ്ടും ചോദിക്കുകയാണ്, പറയും മനുവേട്ടാ. എൻ്റെ പൊന്നിവളെ, നമ്മുടെ അന്നത്തെ ആ കേസുണ്ടല്ലോ, അന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ ഹരിയുടെ ലാപ്ടോപ്പിൽ നിന്നിട്ടും ഒരുപാട് വീഡിയോസും ഡിലീറ്റ് ചെയ്തു പോയ വീഡിയോസ് പോലും ഇവിടെ പോലീസുകാർ റിക്കവർ ചെയ്ത് എടുക്കുക ഉണ്ടായിരുന്നു. അന്ന് ഇവൻ്റെ ഫോണിൽ നിന്നിട്ട് നമ്മുടെ ഫാമിലി ഫോട്ടോസും ഇവർ കസിൻസായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം എന്നോട് ആരാണെന്നൊക്കെ അന്ന് SI ചോദിക്കണ്ടായിരുന്നു. ഇതേ സമയം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു റീസൈക്കിളിൽ നിന്നും ഒരു വീഡിയോ പോലീസുകാർ റിക്കവർ ചെയ്തെടുത്തിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി. അത് നമ്മുടെ ബബിതയുടെ ഒരു വീഡിയോ ആയിരുന്നു അലീന. അതെങ്ങനെയാണ് മനുവേട്ടാ അവൻ്റെ ലാപ്പിൽ വന്നത്? അത് ഇവൻ അത് അന്ന് ബബിതയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് അമലും ബബിതയും കൂടി എവിടെയോ പോയപ്പോൾ അവരെ ഫോളോ ചെയ്ത് പോയി. അവരേതോ റൂമിലോ വീട്ടിലോ എന്തോ റെൻറ്റോ എങ്ങനെയോ അതെനിക്കറിയില്ല. അങ്ങനെ ആ വീട്ടിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഇവൻ വീഡിയോയിൽ പകർത്തുണ്ടായി. അതൊക്കെ ഇവൻ നമ്മുടെ ബബിതയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബബിതയെ ഇവൻ്റെ വശത്താക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എന്തായാലും ആ വീഡിയോ കണ്ടതോടെ എനിക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പായി. ഇത് പുതിയൊരു സംഭവമൊന്നുമല്ലെന്നും അവൾ അമലിനൊപ്പം പലയിടത്തേക്കും പോകുന്നുണ്ടെന്നും. അപ്പോൾ പിന്നെ അമലിനും അങ്ങനെ ഒരു വീഡിയോ ഒക്കെ പകർത്തി വയ്ക്കാൻ എന്താ മോളെ ഇത്ര ബുദ്ധിമുട്ട്? അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിയാമായിരുന്നുവെങ്കിലും ഇതൊക്കെ കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നാണ്. തൻ്റെ സഹോദരി ഇത്രത്തോളം തരം താഴ്ന്നായിരുന്നല്ലോ നടന്നിരുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് വീണ്ടും മനു ചോദിക്കുകയാണ്, എന്തായാലും നിൻ്റെ പപ്പ ആൾ മിടുക്കൻ തന്നെയാട്ടോ. പപ്പ എത്ര സിമ്പിളായിട്ടാ അതിൽ നിന്നും അവളെ ഊരിയെടുത്തത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവൻ പോരാഞ്ഞിട്ട് അതിൻ്റെ പുറമെ ബബിതയുടെ ഈ കേസും കൂടി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വെറുതെ നമ്മൾ എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയുന്നില്ല. ആ വീഡിയോ അന്ന് തന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞിട്ട് അതൊക്കെ ക്യാൻസൽ ചെയ്യിക്കുകയാണ് ചെയ്തത്. ഈ വക കേസുകളൊക്കെ നമ്മുടെ ഹരിക്കെതിരെ തിരിഞ്ഞു കിടക്കുകയാണ്. അത് വല്ലതും ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അമ്മയോടെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാം അമ്മയുടെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാതെ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമ്മ ഇപ്പോഴും അവനെ രക്ഷിക്കുന്നില്ല, അവൻ്റെ കേസിൽ നടക്കുന്നില്ല. ഇത്ര നാളായി അച്ഛൻ ദുബായിലെ ബിസിനസ് പോലും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ അച്ഛൻ പോലും തിരിച്ചു പോവാൻ തയ്യാറായി നിൽക്കുക. അമ്മയുടെ ഒരാളുടെ വായേലെ നാവ് ഇങ്ങനെ കിടന്ന് പാടുന്നത് കൊണ്ടാണ് അച്ഛൻ ഇവിടെ ഇപ്പോൾ അമ്മയെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ നിൽക്കുന്നത്. ഇതുകൊണ്ടൊക്കെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അലീന. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അച്ഛൻ എന്തായാലും ഇപ്പോൾ നല്ല ബോധമുണ്ട് കാര്യങ്ങൾക്ക്. പക്ഷേ അമ്മയ്ക്കാണ് ആ ബോധം കുറച്ചും കൂടി വരേണ്ടത്. അമ്മ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് അവൻ്റെ കൂട്ടുകാരന്മാർ ഇവനെ കൊണ്ടേ കുടിക്കുന്ന, അല്ലാതെ ഇവൻ അവരെ കുടിക്കുകയെന്ന് അമ്മ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എന്നോട് പറയുക, എൻ്റെ മോൻ നല്ലവനായിരുന്നു, അവൻ്റെ കൂട്ടുകാരാണ് ഇവനെ കൊണ്ടേ കുടിക്കിയതെന്ന്. അത് തന്നെയാണല്ലോ മറ്റുള്ളവരുടെ ഫാമിലീസും പറയുന്നത്. ഹരിയാണ് ഞങ്ങളുടെ മക്കളെ കൊണ്ടേ കുടുക്കിയത്, അവൻ്റെ കാമുകിയെ ഇവർക്ക് കാഴ്ചവെച്ചതാണെന്നൊക്കെ. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മ കേൾക്കുന്നുണ്ടോ? ഇനി എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അലീന. അടുത്ത കോടതി വിധി പറയുന്നിടത്തേക്ക് അമ്മനെ കൂടി കൊണ്ടുപോകണം. അമ്മ കുറച്ച് കാര്യങ്ങൾ വക്കീൽ പറയുന്നതൊക്കെ കേൾക്കട്ടെ. അപ്പോളേ അമ്മയ്ക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ, ഇല്ല എങ്കിലും നടക്കാൻ പോകുന്നൊന്നുമില്ല എങ്കിലും അമ്മ കേൾക്കണം. ഞാനത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കൂടി കൊണ്ടുപോകണമെന്ന്. എന്തായാലും ഞാൻ നിർത്തി.
എനിക്ക് വയ്യ അലീന. ഒരു സമാധാനം എന്താണെന്ന് പോലും അറിഞ്ഞിട്ട് എത്രയോ നാളുകളായെന്ന് നിനക്കറിയോ? എനിക്ക് വയ്യാഞ്ഞിട്ടാ. എന്നെ സമാധാനിപ്പിക്കാൻ പോലും ഒരാളില്ല. എപ്പോഴും കുറ്റപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. മകൻ ചെയ്തു വെച്ച കുറ്റത്തിന് ഞാൻ പിന്നാലെ നടക്കുന്നില്ല പോലും. ഇത് പറയാൻ മാത്രമാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വരുന്നത്. മനുവിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും കേട്ടിട്ട് അലീനയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ അലീന മിണ്ടാതിരിക്കുകയാണ്. മനു വീണ്ടും തുടർന്ന് ചോദിക്കുന്നുണ്ട്, അലീന, ഞാനിതൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ കട്ട് ചെയ്ത് പോയോ? എന്താ മനുവേട്ടാ, മനുവേട്ടൻ്റെ വിഷമങ്ങൾ എൻ്റെയും കൂടി വിഷമങ്ങളല്ലേ? എനിക്കറിയാം എൻ്റെ അത്രയ്ക്ക് പോലും സങ്കടങ്ങൾ സഹിക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കാർക്കും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല മനുവേട്ടാ. നിങ്ങൾ ജീവിച്ച് വളർന്ന സാഹചര്യം അതായിരുന്നു. സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനൊക്കെ തരണം ചെയ്ത് പഠിക്കുകയാണ്. അത് അങ്ങനെയാണ് മനുവേട്ടാ. എന്തായാലും മനുവേട്ടൻ വിഷമിക്കാതിരിക്കേ. എല്ലാത്തിനും ഒരു വഴി നമുക്കുണ്ടാവും. ഒരു സങ്കടത്തിന് ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് മനുവേട്ടൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ എല്ലാം കലങ്ങി തെളിയും മനുവേട്ടാ. എനിക്കറിയില്ല അലീന, ഇങ്ങനെ പോയാൽ എവിടെ ചെന്നാൽ ഇതൊക്കെ അവസാനിക്കാമെന്ന്. ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ എന്തെങ്കിലും ഒന്ന് കുറയുന്നതായിട്ട് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. മുത്തച്ഛൻ ഞങ്ങളെ വിട്ട് പോയതിന് ശേഷം ഒരു സമാധാനം എന്താണെന്ന് ഈ കുടുംബം അറിഞ്ഞിട്ടില്ല. മുത്തച്ഛൻ്റെ ഐശ്വര്യമായിരുന്നു ഈ വീട്. അത് പറഞ്ഞ് നിർത്തിക്കൊണ്ട് മനു ഒരു ദീർഘശ്വാസമെടുത്തു. അലീന അത് കേട്ടപ്പോൾ മനുവിനോട് ചോദിക്കുകയാണ്, മുത്തച്ഛൻ സമാധാനക്കേടായ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു അല്ലേ മനുവേട്ടാ? മനുവേട്ടന് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. മനുവേട്ടനും തോന്നിയിട്ടുണ്ടോ? നീ എന്തൊക്കെയാ അലീന ഈ പറയുന്നത്? എല്ലാവരെ പോലെയാണോ നീ എന്നെ കണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആരാ ഈ എല്ലാവരും? എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ തന്നെ തിരുത്തുകയും ചെയ്തില്ലേ? പിന്നെ എന്താ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും അതൊക്കെ വിട്. നീ ഇപ്പോൾ എന്താ എന്നെ വിളിക്കാനുണ്ടായ കാരണം? എന്തോ സീരിയസ് ആയിട്ട് എന്നോട് സംസാരിക്കാനാണെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലാതെ നീ ഇങ്ങനെ ഈ സമയത്ത് എന്നെ വിളിക്കില്ലെന്ന് അതും എനിക്ക് ഉറപ്പാണ്. എന്തായാലും തുറന്നു പറഞ്ഞോ. അത് മനുവേട്ട, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം മനുവേട്ടനോട് സംസാരിക്കാൻ തന്നെയായിരുന്നു. മനുവേട്ടൻ ഇപ്പോൾ സംസാരിക്കാൻ ഫ്രീ ആണോ? അല്ലെങ്കിൽ മനുവേട്ടൻ എന്നെ കാണാനായിട്ട് ഇവിടെ വരെ ഒന്ന് വരാവോ? എനിക്ക് മനുവേട്ടനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യായിരുന്നു. മനുവേട്ടനെ കണ്ടിട്ടും കുറേ ദിവസങ്ങളായില്ലേ. ഓ, അതിനിപ്പോൾ എന്താ? നീ അങ്ങനെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കല്ലേ, നിനക്കെന്നെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ പറയാനായിട്ട്. എന്തായാലും നമ്മളെക്കുറിച്ചല്ല നീ സംസാരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഉടനെ തന്നെ ഞാൻ നിൻ്റെ അടുത്തേക്ക് എത്താം. പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ. എന്താ, പോരെ? താങ്ക് യു മനുവേട്ട. മനുവേട്ടൻ തിരക്കിലൊന്നുമല്ലല്ലോ? ജോലി തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത്? ജോലി തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും എൻ്റെ പെണ്ണ് വിളിച്ചാൽ ഞാൻ വരാതിരിക്കുമോ? അപ്പോൾ എന്തായാലും നമുക്കിന്ന് വൈകുന്നേരം തന്നെ കാണാമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഈ കോള് കട്ട് ചെയ്യാണ്. താങ്ക് യു മനുവേട്ട. താങ്ക് യു സോ മച്ച്. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.